ഹായ് ഹലോ. ഇന്ന് നമുക്ക് നമ്മുടെ മുറ്റത്ത് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് നട്ടുപിടിപ്പിക്കാനുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ഇത്ര ഭാഗം എന്താണ് കാട് പിടിച്ച് കിടക്കുന്നതെന്ന്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ മുറ്റത്ത് ഇവിടെ വലിയൊരു തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുറിച്ചെടുക്കാനായിട്ട് ഇത്രയും ഭാഗത്തെ ഇൻ്റർലോക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം മണ്ണിൻ്റെ അടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കളച്ചെടുത്തിട്ട് ആണ് തേക്ക് മുറിച്ചത്. ഇത്രയും ഭാഗം മണ്ണായതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് പുല്ലും അതേപോലെ തന്നെ കാടൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളും അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. കൈ കൊണ്ടൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ചൂലുകൊണ്ടൊന്ന് അടിച്ചു വാരി കൂട്ടുകയാണ്. ഈ പുല്ല് പറിക്കുന്നത് കണ്ട് കുട്ടികളും എൻ്റെ കൂടെ കൂടിയതാട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഈ ഒരു ജോലി ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. അതിനായിട്ട് ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർക്കുമായിരുന്നു. അജിക്കുട്ടനെ നന്നായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ഉറങ്ങുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഉണരുന്നതിന് മുന്നേ തന്നെ നമ്മളിത് പെട്ടെന്ന് തീർക്കുകയും വേണം. സാധാരണയായിട്ട് ഞാനിവിടെ മുറ്റടിക്കുന്ന സമയത്ത് ഇവിടെ ഉള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇത്രത്തോളം പുല്ലുണ്ടാവലില്ല കേട്ടോ. ഇപ്പോൾ 2 ആഴ്ചയായി ഞാൻ പുല്ല് പറിച്ചിട്ട്. അപ്പോൾ നമ്മൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ വിചാരിച്ച സമയത്ത് പണി തീർക്കാൻ കഴിയില്ല കേട്ടോ. മോൻ്റെ മൂടൊക്കെ ഓക്കെ ആകുന്ന സമയത്ത് അവൻ കളിച്ച് കിടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യലാണ് കേട്ടോ. അങ്ങനെ പുല്ലൊക്കെ നമ്മൾ പറിച്ചെടുത്ത് ഇവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വിത്തുകൾ നടാനുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കൈക്കോട്ട് വെച്ചിട്ട് കളച്ചെടുക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതിന് കൈക്കോട്ട് എന്നാണ് കേട്ടോ പറയുക. ഇതിലേറെ വലിയ കൈക്കോട്ട് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കൈക്കോട്ട് ഇത് വണ്ടിയിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. സെന്നുവിൻ്റെ ഒപ്പം വണ്ടി കൊണ്ടുപോകുന്ന കൈക്കോട്ടാണ്. അതായത് ലോറിയൊക്കെ എവിടെയെങ്കിലും കുടുങ്ങിയാൽ ടയറിൻ്റെ ഇടയൊക്കെ ഒന്ന് മാന്തി കൊടുക്കാനും കുടുങ്ങിയ ഭാഗമൊക്കെ ഒന്ന് വേർപ്പെടുത്താനും മണ്ണിൻ്റെ ഒക്കെ മാന്തി എടുക്കാനുള്ളതാണ് കേട്ടോ. ഇത്രയും വിത്തുകളാണ് നമ്മൾ നടാനെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിത് അങ്ങാടിയിലേക്ക് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. സെന്നു ഫെല്ലു അവിടെ തറക്കുന്നുണ്ട്. ഞാൻ നടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാളും കൂടി നട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതൊക്കെ ഒന്ന് കുഴിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചീരയും അതേപോലെ തക്കാളിയും വഴുതനങ്ങ വെണ്ടക്ക പയർ എന്നീ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ ചെറിയ ഓരോ ഭാഗത്ത് അവർ രണ്ടാളും നടുകയാണ്. അതെല്ലാം ഏകദേശം കഴിയാറായിട്ടോ. ഇനി നമുക്ക് ഈ മുറ്റത്ത് നമ്മുടെ ലോറികൾ കയറ്റുന്ന ഒരു പൈപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ചുറ്റിയെടുക്കുകയാണ്. അതാകെ മുറ്റത്ത് കൂടെ ആകെ പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് മരത്തിൻ്റെ ആ കൊമ്പിൽ വെക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ മുറ്റടിച്ച് വരാനും സുഖമാണ്. മുറ്റത്താകെ പരന്ന് കിടക്കില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഫെല്ലു ചെറിയ ഓസ് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും മോരും വെള്ളം ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചീരമുളക് പൊട്ടിച്ചെടുക്കുകയാണ്. നമുക്ക് മോരും വെള്ളം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പൊട്ടിച്ചെടുത്ത ചീരമുളകും അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ കട്ട തൈരും കൂടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഇഞ്ചിയും മുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ഒരു തൈര് വാർന്നിട്ട് തണുത്ത വെള്ളം ഉപ്പ് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. എന്തായാലും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഗ്ലാസ്സിൽ വെച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ചൂടുള്ള സമയത്ത് നമ്മുടെ ഉള്ളൊന്ന് തണുക്കാനായിട്ട് ഈ ഒരു മോരും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. കുട്ടികളും ഞാനൊക്കെ കുടിച്ചു. സെല്ലിൻ്റെ ഫ്രണ്ട് വന്നിരുന്നു കേട്ടോ. അവനും ഒരു ഗ്ലാസ് കൊടുത്തു. അപ്പോൾ അവനും കുടിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.